ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വൺ ബ്ലോക്കിലെ സീരീസ് 1 ആയിട്ടാണ്, പാർട്ട് 1 ആയിട്ടാണ്. അപ്പം നമ്മളിന്ന് അറിയാൻ വന്ന വൺ ബ്ലോക്കാണ്. നമ്മൾ നേരെ കയറിയിട്ടുണ്ട്. എന്താവുമെന്ന് നമുക്ക് ഒന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ വൺ ബ്ലോക്കിൽ കയറിയിട്ടുണ്ട്. നല്ലതായിരിക്കും. സീരീസ് 1 പാർട്ട് 1 ആണ്. ഇനി നമ്മൾ എൻഡ് വരെ നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ സെർവറും പിന്നെ എൻ്റെ സെർവർ ഞാൻ ചിലപ്പോൾ നാളെ ഇടും, അല്ലെങ്കിൽ മറ്റന്നാളിടും. അപ്പം നമുക്ക് നേരെ വൺ ബ്ലോക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും എൻ്റെ ഒരു പോയിൻ്റൊക്കെ സെറ്റാക്കണം. അപ്പം എന്നിട്ട് പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിൻ്റ് ആക്കിയിട്ട് നേരെ നമുക്ക് ഇങ്ങെടുത്ത് ചാടാം. ഓക്കെ, നമ്മളിപ്പോൾ ചാടാൻ പോകുന്ന ലെറ്റ്സ് ഗോ. നമ്മുടെ ഫസ്റ്റ് വൺ ബ്ലോക്ക് സീരീസ് ഇതാണ് വൺ ബ്ലോക്ക് സീരീസ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ്, ഞാൻ ഇന്ന് കുഴിച്ചിട്ട് ഇന്ന് സ്ഥലമൊന്നും വരുതാക്കട്ടെ. ആദ്യത്തെ പിക്ക് താരം പോട്ടിട്ട് ഗൈസ്. നമ്മൾ കുഴിക്കാൻ വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മുടെ സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് റിയൽ അല്ല കേട്ടോ. ഞാൻ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിൽ ന്യൂ ടെക്സ്ചർ പാക്ക് വരും. ആ പാക്കിൽ ഒറിജിനൽ ടെക്സ്ചർ പാക്ക് വരും. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇത് റിയൽ മൈൻക്രാഫ്റ്റ് കൂടെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം. കണ്ടോ, നമ്മളിനി അവിടെ ചെസ്റ്റ് വെക്കും. പിന്നെ അങ്ങനെ ബെഡൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ എടുത്തും. പിന്നെ വലിയ സാള് സെറ്റ് ചെയ്യും. നമുക്ക് കുഴിക്കാൻ ഇനിയും വുഡൊക്കെ വേണം. അറിയാമല്ലോ ഗൈസ്, നമുക്ക് വുഡൊക്കെ വേണം. അങ്ങനെ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ സ്റ്റോണാണ് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടാക്കണം ഗൈസ്. ഒരെണ്ണം കിട്ടും, തികയുമായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കി പിക്കാക്സ് ഉണ്ടാക്കി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ എൻ്റെ ബ്രദറിന് അറിയത്തില്ല കേട്ടോ. പക്ഷേ അവൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ അവനെ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നല്ല സീരിയസ് നമുക്ക് ഡ്രാഗണെ വരെ കൊല്ലാം ഗൈസ്. ഇനി നമുക്ക് 2 പേരായിട്ട് മൾട്ടിപ്ലെയർ കളിക്കാം. ഓക്കെ, നമ്മളിനി ഇങ്ങനെ കളിക്കും. നമുക്ക് ആദ്യം ചെസ്റ്റൊക്കെ കിട്ടി. നമ്മളിപ്പോൾ കണ്ടിന്യൂ ആണ് കുഴിക്കുന്നത്. നമുക്ക് കൗ സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കൗ സ്പോൺ ആയിട്ടുണ്ട്. നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ കുഴിക്കൽ മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത്. വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ് ചെയ്ത് ഫുള്ള് കുഴിക്കണം. ഇത് നമുക്ക് ഈ ഭയം കണ്ടോ പ്രോഗ്രസ്. ഈ ഭയം കഴിഞ്ഞാൽ നമ്മൾ നേരെ കേവിലോട്ട് പോകും. കേവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്ലെയിൻസ്, പിന്നെ കേവ്, പിന്നെ സവാന, പിന്നെ അങ്ങനത്തെ കുറേ. ഞാൻ ചത്ത് കാണിച്ചു തരാം. ചാവുമ്പം അവിടെ നമ്മൾ കയറുന്ന ആദ്യം വൺ ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഒരു സ്ഥലത്ത് കയറിയില്ലേ, ഒരു പോർട്ടൽ പോയില്ലേ, അതിനകത്ത് നമ്മുടെ ഒരു ബുക്കുണ്ട് അതിൻ്റെ സൈഡിൽ ചെസ്റ്റിൽ. അതിനകത്ത് ബുക്ക് നോക്കി നമുക്ക് എന്തൊക്കെ ബയോംസ് കഴിഞ്ഞ് പോയെന്നറിയാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ബുക്ക് കിട്ടിയ എഫിഷ്യൻസി 1 എഫിഷ്യൻസി 3 പവർ 1 കണ്ടുള്ളൊരു തോന്നുന്നു. പിന്നെ സ്ഥലം ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എന്തായാലും ഒരു വട്ടം ചാവും, അത് 100% ഉറപ്പാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എനിക്കിനി ആനിമൽസ് എല്ലാം ആവശ്യമുണ്ട്. കാരണം ഫുഡ് വേണ്ട, ഇതിൽ തിന്നണ്ടേ. അപ്പോൾ നമുക്ക് വലിയൊരു ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മൾ സ്റ്റോണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫുഡ് നമുക്കൊരു ആക്സൊക്കെ വേണം. ആക്സ് കൊണ്ടാണ് കുഴിക്കുന്നത്. പമ്പിയൊക്കെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ആകെ അയൺ ഗോളത്തിനെയും പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനേ ഉള്ളൂ. കോഴിയൊക്കെ സ്പോണായി. ഓക്കെ, നമ്മളിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ലാബ് ഉണ്ടാക്കണം കഴിയും. സ്ലാബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സൈഡിൽ ഫുള്ള് വെക്കണം. അപ്പോഴാണെങ്കിൽ സ്റ്റോൺ ലാഭമാവും, ഡേർട്ടും ലാഭമാവും. അപ്പോൾ നമുക്ക് സ്ലാബ് എടുത്ത് വെക്കുവാണെങ്കിൽ കുറേ ബ്ലോക്കും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇച്ചിരി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. സ്ലാബ് എടുത്തിട്ടുണ്ട്. സ്ലാബ് നമുക്ക് നേരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ എൻ്റെ എഫിഷ്യൻസി ബുക്കിൻ്റെ കാര്യമേ ഉള്ളൂ. നമുക്കിനി ഇച്ചിരി കഴിഞ്ഞൊരു വാട്ടർ ബക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. നമുക്ക് കോബിൾ സ്റ്റോൺ നല്ല ആവശ്യമായിരിക്കും. നല്ല ആവശ്യം വേണം. ഇനി ഫ്യൂച്ചറിൽ നമ്മളിനി മോബ് സ്പോൺ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിനെല്ലാം ആവശ്യം വരണം. അപ്പം നമുക്ക് കോബിൾ സ്റ്റോൺ നല്ല വേണം.
നമ്മൾ കുറേ ഡിഗ് ചെയ്ത് അവനെ സെറ്റാക്കണം. ഓക്കെ, അങ്ങനെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി, ഇതുണ്ടാക്കി. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് മോബ് സ്പോണർ ഉണ്ടാക്കാം. അങ്ങനെ സെറ്റാക്കാം. ഓക്കെ, ഇപ്പം ചെസ്റ്റൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ലാബ് എടുത്ത് വെക്കാം ഗൈസ്. സ്ലാബ് ഇതിനെക്കാട്ടും തികയും ഗൈസ്, തികയും. ഞാൻ അറിയാതെ അടിയിലൊക്കെ എടുത്ത് വെച്ച് ഗൈസ്. പിന്നെ എനിക്ക് ഈ പോയിൻ്റ് ഇങ്ങനെ നടുക്ക് പോയിൻ്റ് വെച്ച് കളിക്കുന്നതാണ് ഇഷ്ടം. എനിക്കിഷ്ടം. അപ്പം നമ്മളിങ്ങനെ കളിച്ച് സെറ്റായി. അപ്പം കോബിൾ സ്റ്റോണൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഈ ഗൈസ് നമ്മൾ ഇനി എല്ലാ സീരീസ് 20 മിനിറ്റ് ഇടുന്നുള്ളൂ. കാരണം നമുക്ക് സമയമില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം 3-4 വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പം ഇനി അവൻ CPM ഇടണം, അവൻ ഇടണം. ഇനി എനിക്ക് FC മൊബൈൽ ഇടണം. അതൊക്കെ ഇനി എഡിറ്റിംഗ് ഒന്നുമില്ല. ഈ ഫോണല്ല, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അവന് സ്കൂളിൽ പോകണ്ടേ. എനിക്കിപ്പോൾ ഒന്നും സ്കൂളില്ല, ഞാൻ സൗദിയിൽ പോകും. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്കൂളൊന്നുമില്ല. അപ്പം നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് ചെറിയൊരു കോൾ വന്നതാണ്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ചെയ്ത് പോവാം ഗൈസ്. ഓക്കെ, ഡേർട്ട് വെച്ചു. കോബിൾ സ്റ്റോൺ തീർന്നു കേട്ടോ, അതാണ് ഞാൻ ഈ ഡേർട്ട് എടുത്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമുക്ക് കളിക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. ഞാൻ ഈ പോയിൻ്റ് എല്ലാം നേരത്തെ വെച്ച് പോയി. നമുക്കത് ഗൈസ്, നമ്മുടെ സീരീസിലെ ആദ്യത്തെ ഡൈ ആണ്. നമ്മുടെ 2 ബ്രെഡൊക്കെ പോയി, കുഴപ്പമില്ല. നമ്മുടെ 1 ബ്ലോക്ക് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിൽ പാർട്ട് 1 ഫസ്റ്റ് ഡൈ. എനിക്ക് ബോധമില്ലാത്തതാണ് ഗൈസ്, ഞാനിപ്പോൾ ചെസ്റ്റിൻ്റെ സൈഡിൽ തന്നെ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഇതാണ് എൻ്റെ കുഴപ്പം ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊട്ടത്തരം കാണിക്കും. ഞാൻ എന്തേലും കാണിക്കും. ഞാൻ പൊട്ടത്തരം ഉറപ്പായിട്ടും കാണിക്കും. എൻ്റെ കയ്യിലെ സാധനങ്ങളൊക്കെ പോയി. എൻ്റെ കയ്യിൽ ഇനി വുഡില്ലെങ്കിൽ ഞാൻ ഈ വേൾഡ് റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും ഗൈസ്. പിന്നെ എന്തൊക്കെ പോയെന്നല്ല, ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമായിരിക്കുമെന്ന്. ഇപ്പോൾ ആകെ ഒരു ഇതും വെച്ച് നമുക്ക് ഒരു ഇതുണ്ടാക്കാം. മറ്റേത് പേരും മറന്നുപോയല്ലോ എൻ്റെ പേര്. പിക്കാക്സ്, വുഡും പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ കുഴപ്പം ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ എപ്പോൾ 1 ബ്ലോക്ക് കളിച്ചാലും ഞാൻ പൊട്ടത്തരം കാണിക്കും. എന്തോ പറയാനാണ്. നമ്മളിനി ഇത് കിട്ടുന്നിടം വരെ നോക്കി നിൽക്കണം. കോബിൾ സ്റ്റോൺ വലിയ ഇഷ്ടം. കോബിൾ സ്റ്റോൺ കിട്ടിയിട്ട്, ഈ കോബിൾ സ്റ്റോൺ 3 കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് അങ്ങനെ കോബിൾ സ്റ്റോൺ 3 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെസ്റ്റൊക്കെ കിട്ടി. അത് വലിയ ഇതൊന്നും അല്ല. ഓക്കെ, അങ്ങനെ ഒരു ബോ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം, കുഴപ്പമില്ല. സ്റ്റിക്കൊക്കെ കിടക്കുമല്ലേ. ഓക്കെ, നമ്മളൊരു ബോയും ഉണ്ടാക്കി, ഒരു സ്റ്റോൺ പിക്കാക്സും ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതൊരു ഇതായിട്ട് നമ്മൾ ഇനി പാർട്ടായിട്ട് എടുക്കുന്നതാണ്. നമ്മളിത് കുറേ പാർട്ടായിട്ട് എടുക്കും. അപ്പം എങ്കിൽ 18 മിനിറ്റ് 20 മിനിറ്റ് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യും. നമ്മളിനി 20 മിനിറ്റ് ആക്കാൻ മാക്സിമം നോക്കും. കാരണം ഇന്ന് എനിക്ക് ഇച്ചിരി ഒരിടം വരെ പോകാനുള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് 18 മിനിറ്റൊക്കെ എടുക്കാൻ സമയമുള്ളൂ. ഓക്കെ, 18 മിനിറ്റില്ല, ചിലപ്പോൾ അതിൽ കുറയും ഗൈസ്. കാരണം അതൊന്നുമില്ല, ഞാൻ ഇവിടെ പോയതാണ്, കാരണം അതാണ്. ഓക്കെ, അപ്പം നാളെ തൊട്ട് നമുക്ക് 20 മിനിറ്റ് വീഡിയോ എന്തായാലും ഞാൻ ഇടും. 20 മിനിറ്റ് അല്ല 20 മിനിറ്റ് കൂടുതൽ താഴെ പോത്തില്ല ഗൈസ്. നമ്മളിങ്ങനെ നമ്മൾ ഈ 1 ബ്ലോക്കിൻ്റെ ഒരു പാർട്ടാണ് ഈ ഡിഗ്. കുഴിച്ച് നമ്മൾ എന്തൊക്കെ ഡയമണ്ട് ഗൈസ്. എനിക്ക് അതിനുള്ള സ്റ്റോൺ ഇല്ല ഗൈസ്. നമുക്ക് ഇതുണ്ടാക്കാൻ ഫർണസ് ഉണ്ടാക്കാനുള്ള സ്റ്റോൺ ഇല്ല. 9 ഇത് വേണം. 9 സ്റ്റോൺ വേണം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ. എന്നാലേ സെറ്റ് ആകത്തുള്ളൂ. അത് ഞാൻ ബക്കറ്റ് ഉണ്ടോ നോക്കിയതാണ്, പക്ഷേ ഇല്ല. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനേ എന്തോ ഒരു പാടാന്ന് നോക്കേ. ആദ്യമായിട്ട് ഞാൻ ഡയമണ്ട് കണ്ടിട്ട് അത് മനഃപൂർവ്വം കളയുന്ന ഒരു രീതിയാണ് ഗൈസ്. നമ്മളിനി ഇത് വലിയതാക്കുന്നതാണ്. ഒരു മോബ് സ്പോണറൊക്കെ ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. മോബ് സ്പോണറൊക്കെ ഉണ്ടാക്കും നമ്മളിനി. അപ്പോൾ നമ്മളിനി ഇതിനകത്ത് റിച്ച് ആയിരിക്കും.
അപ്പം ഗൈസ് ഇവന്മാരിപ്പോൾ ഭയങ്കര ശല്യം കേട്ടോ. ഭയങ്കര ശല്യം കേട്ടോ വന്നേക്കുക. അവർ ഭയങ്കര ശല്യം. അപ്പോൾ നമ്മളിങ്ങനെ കുഴിക്കുകയാണ്. അപ്പം ഒരാൾ വിളിച്ചതാണ്, ഞാനതാണ് താഴെ പോയത്. ഓക്കെ, നമ്മൾ ഡയമണ്ട് അല്ലല്ലോ, ഗോൾഡ് നമ്മൾ കുഴിച്ച് രീതിയിലൊക്കെ ചെയ്യുവാണ്. ഭയങ്കര ഇടി മഴ ഗൈസ്. എന്നെ ഇടിയാന്നറിയാം, ഞാൻ പേടിച്ചു പോയി. ഭയങ്കര ഇടി മഴയും. എന്തോ പറയാനാന്ന് നോക്കണേ. അങ്ങനെ നമുക്ക് ഈ സ്വർണ്ണ സംഭവം ഉണ്ടാക്കി. നമ്മൾ അതിനകത്ത് അയണും കോളും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഉണ്ടുണ്ട്. കോളിലും കയറ്റി വെച്ച് നമുക്ക് ഇങ്കറ്റ് ആക്കണം. എന്നിട്ട് നമുക്കൊരു ഷിയർ ഉണ്ടാക്കണം. നമുക്ക് ഷീപ്പിനെ ഷിയർ ചെയ്തിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്കിനി ആ പരിപാടിയിലേക്ക് പോകാം. ഇനി ഷിയർ ഉണ്ടാക്കും എന്നുള്ള വരെ അപ്ഡേറ്റ് ചെയ്യും. ഷിയർ ഉണ്ടാക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ കുഴിച്ചിട്ട് ഞാൻ കാര്യം മറന്നുപോയി ഗൈസ്. നമ്മളിനി ഇച്ചിരി ഷിയറൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഷിയർ നമ്മളിപ്പം ഉണ്ടാക്കും ഗൈസ്. നമുക്ക് ഷിയർ ഉണ്ടാക്കാം. നമുക്കിനി എന്ത് ഷിയർ ചെയ്യാം. അയ്യോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ കുഴപ്പം. എന്തോ പറയടാ യശി. എനിക്കൊന്നും പറയില്ല ഗൈസ്. ഞാൻ കാണിക്കുന്ന എല്ലാം പൊട്ടത്തരാം. നിങ്ങളും എന്തെങ്കിലുമൊക്കെ മിക്കവാറും പറയും. കാണിക്കുന്ന ഫുള്ള് പൊട്ടത്തരാ ഞാൻ. എൻ്റെ ഗൈസ്, നമ്മളാ താഴെയിട്ട് സത്യം പറഞ്ഞാൽ മിക്കവാറും ഭ്രാന്താവും. മിക്കവാറും ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ഗൈസ്. ബ്ലോക്ക് തീർന്നു ഗൈസ്. ഞാൻ ഫെൻസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുമോ ഗൈസ്. എന്നിട്ട് ഇവന്മാരെല്ലാം കൂട്ടിൽ കയറ്റിയാലോ എന്ന് ആലോചിക്കുക. എല്ലാവരും മിക്സായി കിടക്കട്ടെ. നമുക്ക് പൊളിക്കാം. അല്ലെങ്കിൽ ഇവന്മാരിങ്ങനെ ശല്യം വന്ന് നിൽക്കും. അതെ ഷീപ്പ് ഒന്ന് ഇതെങ്കിലും മര്യാദയ്ക്ക് ചെയ്താൽ മര്യാദ കൊടുക്കും. ഓ കിട്ടി. നമുക്ക് ഷെയർ കിട്ടി. പക്ഷെ 2 കിട്ടിയുള്ളൂ. 3 കിട്ടിയോ? അതുമല്ലേ. നമ്മളിനി അങ്ങനെ ഒരു ബെഡ് ഉണ്ടാക്കി. നമുക്ക് ഈ ആദ്യത്തെ നമുക്ക് ബ്ലൂ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് സ്ലീപ്പാണ്. ഓക്കെ, നമുക്ക് സ്ലീപ്പ്. ഓക്കെ, നമ്മളതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കടന്നുറങ്ങി, സെറ്റായി. രാവിലെ ഓക്കെ. ലാപ്പിസി ലൂയിസി കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്, വീണതല്ലേ ഉള്ളൂ. നമുക്ക് ഇതും വെച്ചൊരു പിക്കാക്സും ഒരു ഹെൽമെറ്റും ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ബാക്കി അയൺ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഓക്കെ. ഇങ്ങനെ മൈനാണ് ഗൈസ്, ഫുള്ള് മൈനാണ്. നമുക്കിനി നമുക്കൊരു ഇത് ഉണ്ടാക്കിയാലോ. ഒരു ഫെൻസൊക്കെ വെച്ചിടണം. ഒരു കൂട്, ഒരു ഫാം ഉണ്ടാക്കാം ഗൈസ്. ഉണ്ടാക്കാം. ഇനി സമയമില്ല. ഉണ്ടാക്കാം. എല്ലാം എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഇനി ഞാൻ പൊട്ടത്തരം കാണിച്ച് താഴെ വീണെന്ത്. ഇതൊന്നും വേണ്ട, നമുക്ക് പംകിനൊന്നും വേണ്ട സത്യം പറയാം. അതിനടുത്ത് നമുക്ക് ഇൻഗറ്റാക്കാം. എന്തൊരു കഷ്ടമാണ് ഗൈസ്. എടാ ഒന്ന് മാറടാ. ഓക്കെ, നമ്മളത് കുഴിച്ചിട്ടുണ്ട്. നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം ഗൈസ്. 1 മിനിറ്റ് ഉണ്ടാക്കിയാലോ. ഉണ്ടാക്കാം. അതിൽ സ്പൂൺ ആയിക്കൊണ്ട് വന്നാൽ നമുക്കൊരുമാതിരി വട്ട് പിടിക്കും. അങ്ങനെ ഇതും പൊട്ടി. ഉണ്ടാകാമല്ലേ, ഫെൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫെൻസ് ഉണ്ടാക്കാം ഗൈസ്. നമുക്ക്
കുഴിച്ചുകൊണ്ടിരുന്നിട്ട് ഇവന്മാരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും. ഭയങ്കര പ്രശ്നം അതൊക്കെ. നമുക്കിപ്പം ഇപ്പം തന്നെ നമ്മളെന്തായാലും ഇപ്പം തന്നെ വെൻസ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ ഗൈസ് ഇനി ഒരു ഇത് മാറ്റമില്ല. ഇനി നമ്മൾ എന്തായാലും ഉണ്ടാക്കും. ഇനി നമുക്കൊരു മാറ്റമില്ല, നമ്മൾ എന്തായാലും ഇനി ഉണ്ടാക്കും. ഈ എപ്പിസോഡ് തന്നെ ഉണ്ടാക്കും ഗൈസ്, ഉറപ്പായിട്ടും. കുഴിക്കുക നല്ലത്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്നാലേ നമുക്ക് നല്ല ലൂട്ടൊക്കെ കിട്ടത്തുള്ളൂ. ഉണ്ടാക്കാം ഗൈസ്, അല്ലെങ്കിൽ നടക്കത്തില്ല. ഒറ്റ മൈൻഡ് നമുക്ക് ഉണ്ടാക്കാം. ഒറ്റ ഫെൻസ് ഒറ്റ മൈൻഡ്. എൻ്റെ മോനെ ഞെക്കിക്കൊണ്ടിരിക്കണം. ഇനി കമ്പ്യൂട്ടറെ പോലൊന്നും അല്ല ഗൈസ്, നമ്മൾ ഫോണിലാണ് കളിക്കുന്നുണ്ട്. അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെയില്ല, ഞാൻ ഫോണിൽ കളിച്ചാണ് പരിചയമായത്. അപ്പോൾ നമുക്കിനി ഫെൻസ് ഉണ്ടാക്കാം. പിന്നെ സ്റ്റിക്കല്ലേ? സ്റ്റിക്ക് വേണം. നമുക്കൊരു ഡോർ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. ഓക്കെ, കുറേ അങ്ങ് ഉണ്ടാക്കാം കഴിച്ചു. നമുക്ക് വാരാങ്ങ്. ഇപ്പം തന്നെ നമുക്ക് ഫെൻസ് തന്നെ ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അവന്മാർ ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ശല്യമോ കഴിച്ചു അവന്മാർ. ഇവന്മാർ ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഗൈസ്. മിക്കവാറും ഞാൻ നാളെ ഉണ്ടാക്കി തീരത്തുള്ളൂ മിക്കവാറും. ഗൈസ് അപ്പോൾ നമുക്ക് നാളെ ഉണ്ടാക്കാം. ഇപ്പം മിക്കവാറും ഇവന്മാർ മാറുന്ന. ഓക്കെ, നമുക്ക് ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞൊരു കോള് വന്നാണ്, ചെറിയൊരു കോള്. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിയും. അങ്ങനെ നാളെ തന്നെ ഇപ്പം തന്നെ ഉണ്ടാക്കാം നമുക്ക്. ഒക്കെ സെറ്റായി. നമുക്കപ്പോൾ ഇവിടെ ഗേറ്റ് പിടിപ്പിക്കാം. ഓക്കെ, ഇനി ഒരു ബ്ലോക്ക് വെച്ച് കൊടുത്താൽ മതി. ആ പൊട്ടന്മാരെല്ലാം കയറി പൊക്കോളും. അപ്പോൾ ഗൈസ് ഓക്കെ, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ പൊട്ടന്മാർ ഇപ്പം തന്നെ കയറി പോകുന്നുണ്ട് കുറേ എണ്ണം. താഴെ വീണു. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിനി നാളെ വീഡിയോ ഇടുന്നതായിരിക്കും, അടുത്ത പാർട്ട് 2.